ഇതിപ്പം കാണിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലോട്ട് പോകുന്ന ടെർമിനൽ 2-ൻ്റെ ലോഞ്ചാണ്. ശ്രീലങ്കൻ എയർവേസിലാണ് പോകുന്നത് ഇപ്രാവശ്യം. അപ്പം അവിടെ എയർപോർട്ട് ഭയങ്കര തിരക്കായിരുന്നു. അത് കാരണം അവിടുത്തെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇതൊരു പഴയ ഒരു ടെർമിനലാണ്, കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഒരു 10 ദിവസത്തേക്ക് നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്തോട്ട് പോവുകയാണ്. റിയാദ്, കൊളംബോ, കൊച്ചിൻ ശ്രീലങ്കൻ എയർവേസിലാണ് പോകുന്നത്. ഇപ്പം നാട്ടിൽ ഭയങ്കര ചൂടാണെന്നൊക്കെയുള്ള ന്യൂസാണ്. അപ്പം അപ്രതീക്ഷിതമായിട്ട് തീരുമാനിച്ചാണ് പോകാൻ. അപ്പം എന്തായാലും 10 ദിവസം നാട്ടിൽ കാണും. ഇത് റിയാദ് ടെർമിനൽ 2 ആണ്. അപ്പോൾ ഒരു പഴയ ടെർമിനലാണിത്. വലിയ പുതുക്കിപ്പണിലൊന്നും നടന്നിട്ടില്ല ഈ ടെർമിനലിൽ. കാര്യമായ ഒരു പുതുമയൊന്നും ഈ ഒരു ലോഞ്ചിൽ നമുക്ക് കാണാൻ കഴിയില്ല മറ്റുള്ള എയർപോർട്ടിനെ പോലെ. പക്ഷേ ചില ടെർമിനലൊക്കെ പുതിയതാണ്. ഇത് വളരെ പഴയൊരു ടെർമിനലാണ്. ഞങ്ങളുടെ ബോർഡിംഗ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണ്. ഒരു 5.5 hour ഫ്ലൈ ആണ് ഇവിടെ നിന്ന് കൊളംബോ. ഇനി കൊളംബോയിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ രാവിലെ 9:30 ആകുമ്പോഴത്തേക്കും കൊച്ചിയിലെത്തും. നമ്പർ 25 ഇവിടെയാണ് നമ്മളുടെ ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. നമുക്കപ്പം ബോർഡിങ് ചെയ്യാം. ബോർഡ് ചെയ്യാൻ പോവാണ്. നമ്മളാണെന്ന് തോന്നുന്നു ലാസ്റ്റ് പാസഞ്ചർ. എല്ലാവരും കയറി. ഒരു പഴയ ഫ്ലൈറ്റാണ്, അത്ര വലിയ പുതിയ ഫ്ലൈറ്റൊന്നുമല്ല. ഇത് ബിസിനസ് ക്ലാസ് ആയി ഫ്രണ്ടിൽ കാണുന്ന. നമ്മൾ അതിനോട് തൊട്ടടുത്തുള്ള സീറ്റിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പുതിയ ഫ്ലൈറ്റൊന്നുമില്ല. ഞാനൊരു 3 പ്രാവശ്യം എന്തോ ശ്രീലങ്ക വഴി പോയിട്ടുണ്ട്. 3 പ്രാവശ്യം ശ്രീലങ്ക വഴി പോയിട്ടുണ്ട്. അവിടുത്തെ എയർപോർട്ടിലെ സർവീസൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിൽ തുടക്കം മുതൽ കള്ളൊക്കെ കൊടുക്കുന്ന ഒരു എയർലൈനായിരുന്നു. ആൾക്കാരൊക്കെ അടിച്ച് പീസായിട്ട് പോകുമായിരുന്നു ഇവിടെ. ഇപ്പോഴെങ്ങനെയാണെന്നും അറിയില്ല. പണ്ട് ഇത് എമിറേറ്റ്സ് ആയിരുന്നു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ അതേ ഫ്ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ കോലം എന്ന് പറയുന്നത് വളരെ പഴകി. ഇതൊന്നും വർക്കാകത്തില്ല. കാര്യമായിട്ട് എല്ലാം ഒന്നും വർക്കാകത്തില്ല. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. നമ്മളിപ്പം പറന്നുയരുന്നു. താഴെ കാണുന്നത് റിയാദ് സിറ്റിയാണ്. കൊച്ചിയിലൊക്കെ ലാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗാണ്. അതുപോലെ പച്ചപ്പം കൃഷിയിടമൊക്കെ അവിടെ നെടുമ്പാശ്ശേരി പോലത്തെ ഫീലിംഗ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പം ടച്ച് ചെയ്തു. വളരെ സോഫ്റ്റ് ലാൻഡിങ് ആയിരുന്നു. നല്ല ലാൻഡിങ്, വെരി സ്മൂത്ത് ലാൻഡിങ്. അങ്ങനെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കൊളംബോയിൽ ലാൻഡായി. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കൊളംബോ വഴി യാത്ര ചെയ്യുന്നത് ശ്രീലങ്കൻ എയർവേസിൽ. ഇനിയിപ്പോൾ നമ്മൾ ട്രാൻസിലോട്ട് പോവാം. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് 8 മണിക്കാണ്. ഇപ്പം 6 മണി. 2 മണിക്കൂറുണ്ട്, സമയമുണ്ട്. നമ്മുടെ ഗേറ്റ് വന്നിട്ട് 6:03 ഇവിടെ അടുത്ത് തന്നെ. ഇതാ അവിടെ കാണുന്നുണ്ട് R6 R7. അപ്പോൾ ആ ഗേറ്റിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ചെക്ക് ഇൻ ചെയ്ത് നമ്മളെ ട്രാൻസിറ്റുകാർ അപ്പം തന്നെ അടുത്ത ഫ്ലൈറ്റിലോട്ട് അങ്ങ് വിടുക.
എയർപോർട്ട് അത്ര ഭയങ്കര വലിയ എയർപോർട്ടൊന്നും അല്ല, ബട്ട് ഉള്ളതവർ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയില്ല. ആ പണ്ട് വരുമ്പോൾ ഒരു ബുദ്ധപ്രതിമയൊക്കെ കാണുന്നത്, അതവിടെ കാണാം. അതേ എയർപോർട്ട്, വലിയ മാറ്റമൊന്നുമില്ല, പണ്ട് വന്നപ്പം കണ്ടിരുന്ന പോലൊക്കെ. സിലോൺ ടീയും അങ്ങനെയുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ ഒക്കെ ഒത്തിരി ഷോപ്സൊക്കെ ഇതിനകത്തുണ്ട്. ശ്രീലങ്ക ടീയിൽ ഫേമസ് ആണല്ലോ, സിലോൺ ടീ. ഈ ബുദ്ധപ്രതിമയുടെ മുന്നിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാനും രാഹുലും ചക്കുമൊക്കെ ആയിട്ട്. ഇപ്പോൾ 8 മണിക്ക് ഫ്ലൈറ്റാണ്. ഇപ്പം ഇവിടെ 6:30 മണിയായി. ഒരു കോഫി കുടിക്കാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇത് കയറിയതാണ്. ഇതിനപ്പുറം ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഇമിഗ്രേഷനായി. അത്രയും വലിപ്പമേ ഉള്ളൂ എയർപോർട്ട് എന്ന് പറയുന്നത്. ആ പഴയ എയർപോർട്ട് തന്നെ, പണ്ട് ഞാൻ വന്ന എയർപോർട്ട് തന്നെ, അതിനെ ഇങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കൂടുതൽ എക്സ്പാൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. ഫസ്റ്റ് ഫ്ലൈറ്റ് വല്ലതും ആയിരിക്കും, അതുകൊണ്ടാണ് എയർപോർട്ട് അത്ര ക്രൗഡഡ് അല്ല ഇപ്പോൾ. ധാരാളം ഫോറിനേഴ്സ് വരുന്നുണ്ട്, ഒത്തിരി ഫോറിനേഴ്സിനെ ഇവിടെ കാണാം. അതുപോലെ ഇതിനകത്ത് ഒരു പ്രത്യേകത ശ്രദ്ധിച്ചത്, മുഴുവൻ ഡോളറിലാണ് ഇവർ, എല്ലാം ഡോളർ. ശ്രീലങ്കൻ ഇത് കറൻസി പറയുന്നേ ഇല്ല, എല്ലായിടത്തും ഡോളറാണ് പേ ചെയ്യേണ്ടത്. ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവരുടെ സാമ്പത്തിക നില ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ ആയിരിക്കും അവരെല്ലാം ഡോളറിലോട്ട് മാറ്റിയിരിക്കുന്നത്. ഇനി ശ്രീലങ്കയ്ക്കകത്ത് എങ്ങനെയാണെന്നറിയില്ല, റുപ്പീസാണോ ഡോളറാണോ. വിനിമയ കറൻസിന്ന് ഇവിടെ 2 മണിക്കൂറത്തെ ട്രാൻസിറ്റ് ഉള്ളത്. അവിടെ ഇവിടെയൊക്കെ നടന്ന് സമയം ഇങ്ങനെ കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ കൊച്ചി ബോർഡിങ്ങിനായിട്ട് പോവുക. ഇവിടെ ഒരു 1-2 മണിക്കൂർ കറങ്ങാനേ ഉള്ളൂ എയർപോർട്ടിനകത്ത്, അത്രയുള്ള എയർപോർട്ട് വളരെ ചെറുതാണ്. ഞങ്ങളിവിടെ നിന്ന് കോഫി കുടിക്കുമായിരുന്നു, അപ്പോൾ ഇനിയും പോകണം. ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുക, 3 പോവാണ്. ഇനി നമുക്ക് കൊച്ചി ചെന്നിട്ട് കാണാം.